മലപ്പുറം കോട്ടക്കലിൽ വധുവിന്റെ വീടിന് നേരെ വെടിയുതിർത്ത് വരൻ എയർഗൺ ഉപയോഗിച്ച് 3 റൗണ്ട് വെടിയുതിർത്തു. വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന്റെ വിരോധത്തിലാണ് ആക്രമണമെന്നാണ് വിവരം. പ്രതിയായ അബു താഹിറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. പ്രതി 1 മാസം മുൻപ് തന്നെ ആയുധം വാങ്ങി പരിശീലനം നടത്തിയെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് ഒരു 7 മണിയോടുകൂടി വൈകുന്നേരം 7 മണിയോടുകൂടി അരിച്ചോള് നെടുങ്കോട്ടുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന ആളുടെ വീടിന്റെ മുൻവശത്ത് നിന്നിട്ട് അയാളുടെ വീട്ടിലേക്ക് വെടിയുതിർത്ത് 2-3 റൗണ്ട് വെടിയുതിർത്തു. ഏതാണ്ട് 8:45 പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പ് കിട്ടുന്നത്. ഞാനും പോലീസ് പാർട്ടിയും സ്ഥലത്ത് പോയി. സംഭവം എയർ റൈഫിൾ വെച്ചിട്ട് വെടിവെച്ചതാണ്. രാത്രി തന്നെ പ്രതിയെ നമ്മൾ കസ്റ്റഡി എടുത്തു. പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അവിടുത്തെ ഫ്രണ്ടിലെ ജനൽ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ആൾക്കാർ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ സ്പോട്ടിൽ തന്നെ ഡെഡാവാനും അത് മതിയായിരുന്നു. ആ റൈഫിളും നമ്മൾ അയാളുടെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിലവിൽ 308 വധശ്രമത്തിന്റെ കേസെടുത്തിട്ടുണ്ട്. കൂടാതെ ആംസ് ആക്ടിന്റെ സെക്ഷൻസ് അതിനകത്തുണ്ട്. അഷ്കർ അലി കരിമ്പ നൽകും കൂടുതൽ വിവരങ്ങൾ. അഷ്കർ അലി, ഈ അബു താഹിറുമായുള്ള വിവാഹം എന്നത്തേക്ക് നടത്താനാണ് നിശ്ചയിച്ചിരുന്നത്? എങ്ങനെയാണ് ആ വിവാഹത്തിൽ നിന്ന് അവർ പിന്മാറിയത്? ഇങ്ങനെയുള്ള ഒരു ഇത്രയും അമർഷമുണ്ടാകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ എത്തിയത്? എന്താണ് നമുക്ക് അവിടെ എത്തി അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സംഭവത്തെക്കുറിച്ച് അഷ്കർ? സുജ, പോലീസ് തന്നെ വ്യക്തമാക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഈ അരിച്ചോൾ സ്വദേശിയുമായിട്ട് 1 വർഷം മുമ്പാണ് അബു താഹിറിന്റെ നിക്കാഹ് നടക്കുന്നത്. തുടർന്ന് നിക്കാഹ് കഴിഞ്ഞ് വിവാഹം അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ നിക്കാഹ് ചടങ്ങിന് ശേഷമാണ് ഈ അബു താഹിർ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം കുടുംബം പറയുന്നത്. ഈ കാരണം ചൂണ്ടിക്കാട്ടിയാണ് പിന്നീട് കുടുംബം, ഈ പെൺകുട്ടിയുടെ കുടുംബം വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത്. 1 മാസത്തിലധികമായി വിവാഹത്തിൽ നിന്ന് പിന്മാറി അതിന്റെ മധ്യസ്ഥ ചർച്ചകളൊക്കെ നടത്തി ഈ വിവാഹ ബന്ധത്തിൽ നിന്നും പൂർണ്ണമായി പെൺകുട്ടിയും കുടുംബം പിന്മാറിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പെൺകുട്ടിയോട് ഈ പ്രതിയായ വരൻ അബു താഹിറിന് വലിയ തോതിൽ വിദ്വേഷവും പകയും ഉണ്ടാകുന്നത്. തുടർച്ചയായി അക്രമം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ 1 മാസം മുമ്പ് ഇത്തരത്തിൽ ഇയാൾ ഒരു എയർ റൈഫിൾ സ്വന്തമാക്കുകയായിരുന്നു. അങ്ങനെ എടരിക്കോട് നിന്നാണ് ഇയാൾ എയർ റൈഫിൾ വാങ്ങുന്നത്. ഈ എയർ റൈഫിൾ വാങ്ങി ഇയാൾ കഴിഞ്ഞ 1 മാസമായി തുടർച്ചയായി പരിശീലനം നടത്തിയിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെ പരിശീലനം നടത്തിയതിനു ശേഷമാണ് ഇന്നലെ വൈകുന്നേരം 7 മണിയോടെ ഇയാൾ അരിച്ചോളുള്ള ഈ പെൺകുട്ടിയുടെ വീടിന് മുമ്പിൽ എത്തുന്നത്. വീടിന് മുമ്പിൽ നിന്ന് വീടിന് നേരെ നിന്നുകൊണ്ട് തന്നെ 3 തവണ ഈ എയർ റൈഫിൾ ഉപയോഗിച്ചുകൊണ്ട് 3 റൗണ്ട് വെടിവെക്കുകയും ചെയ്തു. ആ സമയത്ത് അവിടെ വീട്ടിലുണ്ടായിരുന്ന 5ഓളം ആളുകൾ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ അവർ ഈ ജനാലയുടെ സമീപത്തും ഉണ്ടാവാതിരുന്നത് വലിയ തോതിൽ അപകടം ഒഴിവാക്കി. മാത്രമല്ല ജനാലയുടെ അടുത്തുണ്ടായിരുന്ന ആൾ അവിടെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ബുള്ളറ്റ് അയാളുടെ ദേഹത്ത് പതിക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. അതല്ലായിരുന്നുവെങ്കിൽ ജീവഹാനി വരെ സംഭവിക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ IPC 308 പ്രകാരമുള്ള വധശ്രമത്തിനടക്കം ഉൾപ്പെടെ അതുപോലെ തന്നെ ആംഡ് ആയിട്ടുള്ള അതുപോലെ ആയുധങ്ങൾ കൈവശം വെച്ചത് ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. എന്തായാലും ഇയാൾ തുടർച്ചയായി ലഹരി ഉപയോഗിച്ചിരുന്നു, ലഹരി അഡിക്റ്റാണ് എന്നാണ് ഇപ്പോൾ നാട്ടുകാരെ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പെൺകുട്ടിയും കുടുംബവും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതും. സുജയ, ഓക്കെ, വിവരങ്ങൾ നൽകിയത് അഷ്കർ അലി കരിമ്പയാണ്.